വാട്ട് സർപ്രൈസസ് മീൻസ് അവിടുന്ന് എങ്ങനെ ഒരു സാധനം പുറത്ത് കൊണ്ടുപോയി എന്നുള്ളതാണ്. അത് സ്വർണം പോയിട്ട് ചെമ്പ് പോലും പുറത്ത് അവിടുന്ന് കൊണ്ടുപോകാൻ പാടില്ല. ഇത് അയ്യപ്പൻ്റെ സന്നിധിയാണ്. അവിടെ വെച്ച് റിപ്പയർ ചെയ്യുന്നതിന് വരെ എന്തിനു പുറത്ത് കൊണ്ടുപോയി? എനിക്കതിന് ഉത്തരം കിട്ടിയിട്ടില്ല കേട്ടോ. കൊണ്ടുപോകാൻ പാടില്ല. കോടതിയും പറഞ്ഞിട്ടുണ്ട്, മാനുവലും പറഞ്ഞിട്ടുണ്ട്. അയ്യപ്പൻ്റെ ഒരു സാധനം എടുത്തുകൊണ്ട് അങ്ങനെ പോകാൻ പാടില്ല. അവിടെ വെച്ച് ചെയ്യണം. എന്നെ ഇൻട്രിഗ് ചെയ്യുന്നതാണ്, എന്തിനിത് കൊണ്ടുപോയി? അവിടെ വെച്ച് ചെയ്യേണ്ട ഒരു കാര്യം അവിടെ വെച്ച് ചെയ്യുന്നതിന് വരെ എന്തിനു മദ്രാസിൽ ഈ പ്രക്രിയ ഒരു ഫാക്ടറിയിൽ വെച്ച് നടത്തേണ്ടതാണ് ബോർഡ്. ഐ ഡോണ്ട് വാണ്ട് ടു കമന്റ്. എടുത്തുകൊണ്ട് പോയത് ശരിയല്ല. ഒന്നും അവിടെ നമ്മൾ ഗോൾഡായിട്ട് എന്നോട് ഇരിക്കുകയല്ലോ. നമ്മളെന്തിനാവശ്യമാണ് അത് ചെമ്പ്. ഈ അസറ്റ്സ് ഒക്കെ പബ്ലിക്കായിട്ട് അറിയാനുള്ള എന്തെങ്കിലും മാർഗമുണ്ടോ? ഒരു ക്ഷേത്രത്തിന് ഉണ്ട്. ശരിക്കും പറയാം, അത് പബ്ലിക് ഡൊമൈനിലുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മേ നോട്ട് ബി ഫോർ സെക്യൂരിറ്റി റീസൺസ്. പക്ഷേ ഒരു തിരുവാഭരണ കമ്മീഷണറുണ്ട്. ഹി ഓർ ഷീ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി ഹോൾ ഈ ആഭരണങ്ങൾ. അപ്പോൾ എല്ലാ ക്ഷേത്രത്തിലും ആഭരണങ്ങളുണ്ട്, സ്വർണ്ണമുണ്ട്. അതൊക്കെ അവിടെ പ്രത്യേകമായ നിലവറയിൽ സൂക്ഷിക്കണം എന്നൊക്കെയാണ്. അപ്പോൾ അതിനൊക്കെ റെസ്പോൺസിബിലിറ്റി ഉള്ളവരൊക്കെ ഉണ്ട്. വെദർ ദാറ്റ് ഈസ് ഓഡിറ്റഡ് ഓർ നോട്ട് ആയിട്ടുണ്ട്. അത് വെരിഫൈ ചെയ്തിട്ടുണ്ടോ, സ്റ്റോക്ക് വെരിഫിക്കേഷൻ എടുത്തിട്ടുണ്ടോ എന്നുള്ളതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇതൊക്കെയാണ് സിസ്റ്റമിക് ഫെയിലിയർ എന്ന് ഞാൻ പറയുന്നത്. ഇത്രയും പ്രഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളെ ആനുവലായിട്ട് സ്റ്റോക്ക് വെരിഫിക്കേഷൻ വേണ്ടതാണ്.